എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുണ്ട്. നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നേ അവസാനം രൂപയോട് കിരണ കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ്. ബഗാസുരൻ ഇന്ന് രാത്രിയിൽ അപ്പുറത്തെ വീട്ടിലേക്ക് വരും. ആ സമയത്ത് അവനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഇത് കേട്ടപ്പോൾ രൂപയിൽ ഒരു ഞെട്ടല ഉണ്ടായത്. രൂപ ചോദിച്ചു, അല്ലട മോനെ, നീ ഇത് എന്ത് ഭാവിച്ചാ? അവൻ ദുഷ്ടനാന്നുള്ള കാര്യം അറിയാം. അവൻ കാരണമല്ലേ മോന് ഈ വിധം കിടക്കേണ്ടി വന്നെന്ന് ചോദിക്കാം. അതൊക്കെ എനിക്ക് അറിയാമേ, പക്ഷെ അവനങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലെന്ന് പറയാം. വേണ്ട മോനെ വേണ്ട, നീ അതിനിറങ്ങി തിരിക്കണ്ട. നിന്റെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ? ഒരു കാരണവശാലും അച്ഛൻ അറിയാൻ പാടില്ല എന്ന് പറയാം. അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് സമ്മതിക്കില്ല. പിന്നെ ഞാനാണ് ഈ പ്രവൃത്തി ചെയ്യുന്നതെന്ന് അയാൾ ഒരിക്കലും അറിയാനായിട്ടും പോകുന്നില്ല. ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് രൂപ പറഞ്ഞു, എന്നാലും ഇത് വേണോ മോനെ നീക്കുക. അതൊന്നും കുഴപ്പമില്ല അമ്മ, ഈ കാര്യത്തിലൊന്നും പേടിക്കണ്ട. ഇന്ന് ഞാൻ ചെയ്തില്ലെങ്കിൽ നാളെ ചിലപ്പോൾ കല്യാണിയായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ അച്ഛനായിരിക്കും, അമ്മയായിരിക്കും, നിങ്ങളുടെ നേരെ വാളും എടുത്തിട്ടായിരിക്കും അവൻ വരുന്നത്. അതൊരു കാരണവശാലും പാടില്ലമ്മേ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ ഒതുക്കിയാൽ മതിയാവുള്ളൂ എന്ന് പറയാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ തലനാഴിലേക്കല്ലേ രക്ഷപ്പെട്ടെ. അല്ലായിരുന്നെങ്കിലോ എന്നെ ഇന്ന് നിനക്ക് ജീവനോടെ കാണാണ്ടേ സാധിക്കുമായിരുന്നോ? ഇതോർത്ത് ഓർത്ത് കഴിഞ്ഞപ്പോൾ രൂപ നെഞ്ചത്ത് കൈവെക്കുകയാണ്. എൻ്റെ ഭഗവാനെ, ഈ പ്രാർത്ഥനകൾക്കെല്ലാം ബലമുണ്ടായി. ഒരു പക്ഷേ ഈ ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഭഗവാൻ കാത്തായിരിക്കും മോനെ, അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം കിരൺ പറഞ്ഞു, അതാമ്മേ പറഞ്ഞത്. അതുകൊണ്ട് ഇനി അവൻ ആരുടെ നേരെ കൈ പൊക്കരുത്. അതിന് വേണ്ടിയിട്ടുള്ള പണിയെ ഞാൻ ഇന്ന് രാത്രി കൊടുക്കാൻ പോണെന്ന് പറയാം. തൽക്കാലത്തേക്ക് ആരോടും പറയണ്ട, എനിക്കും കല്യാണിക്കും മാത്രമേ ഈ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ പറയണം. രൂപയ്ക്ക് നെഞ്ചിനകത്തൊരു പെടപ്പ. എത്രയാന്ന് പറഞ്ഞ് പെറ്റമ്മയല്ലേ മോൻ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരുമ്പോ ആർക്കാ സഹിക്കാൻ പറ്റാത്തെ? അവ വലിയ അപകടത്തിൽ ഇനിയും പെട്ട് ചെന്ന് ചാടിയാലോ. രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടനാ. അവന് എവിടുന്ന ഏത് സമയത്താ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അവന് മേലും കീഴും നോക്കില്ല. അമ്മാവന അനന്തരവന അങ്ങനെയൊരു ബന്ധങ്ങളും കാര്യങ്ങളൊന്നും അവൻ കൊടുക്കുന്നില്ല. അവൻ അവന്റെ കാര്യങ്ങൾ മാത്രം നടക്കണം. അത് രൂപയ്ക്ക് നന്നായിട്ടറിയാം. അല്ലെങ്കിൽ പിന്നെ തന്നെയും ചന്ദ്രേട്ടനെയും വർഷങ്ങളോളം 10-25 വർഷങ്ങളോളം അകറ്റി കഴിയേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു അയാൾക്ക്. അതും പണത്തിന് വേണ്ടി മാത്രം. സ്വത്തുക്കളൊക്കെ ആയിരുന്നെങ്കിൽ താനോട് ചോദിക്കുവായിരുന്നു, താൻ കൊടുത്തേനോ. പക്ഷെ ഇങ്ങനെ ഒരു ചതി ഒരിക്കലും പ്രതീക്ഷയില്ല. അതൊക്കെ ഓർത്തപ്പോൾ രൂപയ്ക്ക് രക്തം തിളച്ചു കയറി. പിന്നീട് കിരൺ പറഞ്ഞു, അമ്മ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, അമ്മ ധൈര്യമായിട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് രൂപേനെ പറഞ്ഞു വിടുവാണ്. ആ സമയം മനോഹർ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് വരുണിനെ കാണാനായിട്ട് വരുന്നത്. അപ്പം വരുൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ഷേത്രത്തിൽ വെച്ച് നമുക്ക് കാണാം, ക്ഷേത്രത്തിൽ വെച്ച് അങ്ങോട്ടേക്ക് വന്നാൽ മതി, ക്ഷേത്രത്തിലേക്ക് ഞാൻ എത്തിയേക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുവാണ്, വരുണിനെ കാണുവാണ്. വരുണിനെ കണ്ടു കഴിയുമ്പത്തിന് ഓടി മനോഹർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് സുന്ദരി ആയിട്ടുണ്ടല്ലോ ഈ സെറ്റ് സാരിയില്, ദേ മോളെ കാണാൻ നല്ല സുന്ദരിയാന്ന് പറയണം. പിന്നീട് പറഞ്ഞു, അതെ കൈനീട്ടം വേണ്ടേന്ന് ചോദിക്കണം. അതൊക്കെ തരാം, നമുക്ക് പോയി ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വരാന്ന് പറയണം. ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് മനോഹർ പറഞ്ഞു, അതെ തൊഴുത് പ്രാർത്ഥിക്കാം, അതിനു മുമ്പ് നമുക്ക് ഇച്ചിരി സംസാരിച്ചിരുന്നാലോ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് എന്ത് ചെയ്യുവാണ്, വരുണിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് സംസാരിക്കണം. കല്യാണത്തെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. കല്യാണം എങ്ങനെ വേണം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ച് മോളെ എനിക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് എൻ്റെ ആഗ്രഹം എന്ന് പറയണം. ഇത് കേട്ടതും വരുൺ പറഞ്ഞു, എൻ്റെ ആഗ്രഹം അത് തന്നെ ജീവേട്ട നിങ്ങളെ കാണിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം. അച്ഛനും അമ്മയ്ക്കും അത് തന്നെ ആഗ്രഹം എന്ന് പറയാം. പിന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, വിഷു അല്ലേ, വിഷു കൈനീട്ടം മേടിക്കാനായിട്ട് ജീവേട്ടൻ വീട്ടിലേക്ക് വരുന്നില്ല എന്നൊക്കെ ചോദിക്കാം. ഞാൻ വരണോ? പിന്നെ വരാതെ, അച്ഛനും അമ്മയും കാത്തിരിക്കും വിഷു കൈനീട്ടം തരാൻ വേണ്ടിയിട്ട്. എന്നാ ശരി, ഞാൻ വരാം മോളിന്റെ വീട്ടിലേക്ക്. ഒരു കാര്യം ചെയ്യാം, ആദ്യം നമുക്ക് ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീട്ടിൽ പോയി വിഷു കൈനീട്ടം ഒക്കെ മേടിക്കാന്ന് പറയണം. അങ്ങനെ ഒരു ക്ഷേത്രത്തിനകത്തേക്ക് കയറി പോവാണ്. ഈ സമയം സരിയും ശാരിയും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുക. കാരണം വിഷു അല്ലേ, അപ്പൊ വിഷു ആയിട്ട് ഒന്ന് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചേക്കാന്ന് കരുതിയിട്ടാണ് അങ്ങനെ അവരങ്ങോട്ടേക്ക് വരുന്നത്. ഈ സമയം മനോഹർ അവിടെ നിൽക്കുന്നുണ്ടോ. മനോഹർ പെട്ടെന്നാണ് സരുവിനെ ശാരിനെയൊക്കെ കാണുന്നത്. പെട്ടുപോയല്ലോ ഭഗവാനെ, ഇവളോടൊപ്പം നടക്കുന്നുണ്ട്, ഇനി എന്ത് ചെയ്യും എന്ന് കരുതിയിട്ട് മനോഹർ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ സാഷ്ടാംഗം വീണ് കിടന്ന് അവിടെ കിടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു നിമിഷം സരു ഓർത്തു, ഇത് മനുവേണ്ണല്ലേന്ന് ഓർക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവൻ അവിടെ തന്നെ കിടന്നങ്ങോട്ട് പ്രാർത്ഥിച്ചോടൊക്കെ അവനറിയാം സരു അവിടെ നിൽക്കുന്നുണ്ടെന്ന്. അവള് പെട്ടെന്ന് പോകില്ലെന്ന് അറിയാം, തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോകാനും വഴിയില്ല. അങ്ങനെ അവിടെ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സമയം അവിടെ ഉണ്ടായിരുന്ന വരുണിന് മനസ്സിലായി. കാരണം നിൽക്കുന്ന സരുവിനെ കണ്ടിട്ടാണ് ഇവൻ ഈ കിടന്ന് കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന്. പിടിക്കപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാന്നുള്ള കാര്യം മനസ്സിലായി. തൽക്കാലത്തേക്ക് ഇവനടുത്ത് മാറി നിൽക്കുന്നതാണ് ബുദ്ധി, വേറൊന്നും കൊണ്ടല്ല. ഇപ്പൊ കയ്യോടെ ഇവന്റെ കള്ളത്തരം പിടികൂടിയിട്ടുണ്ടെങ്കിൽ തനിക്ക് ഇവനെ അങ്ങനെ പാട്ടിലാക്കാനായിട്ട് പറ്റില്ല, ഇവനെ പൊളിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കുറച്ച് നാളും കൂടെ ഇതിങ്ങനെ അങ്ങോട്ട് ഓടിപ്പോണം, എങ്കിൽ മാത്രം അവസാനം ഇവന് ടെട്ടിന് പടി കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നീട് പ്രദക്ഷിണം വെച്ചിങ്ങനെ വരുവാണ്.
ഈ സമയം സരയു ശാരിയോട് പറഞ്ഞു, ഇതെന്താ അമ്മേ, മനുവേട്ടൻ ഭയങ്കര പ്രാർത്ഥനയാണല്ലോ എന്ന് പറയണം. ഓ എന്റെ പൊന്നു മോളെ, അവൻ പ്രാർത്ഥിക്കട്ടെ, നന്നായിട്ട് പ്രാർത്ഥിക്കട്ടെ, അവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറയണം. അതെന്താ അമ്മ അങ്ങനത്തെ വർത്താനം പറയണേ? അല്ല മോനെ, അല്ല മോളെ, വിഷു ഒക്കെ അല്ലേ, വിഷു ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും നല്ലത് പറയണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത്ര സമയം പ്രാർത്ഥിക്കണമെന്ന് പറയാ. എന്നാലും ഇതേ മനുവേട്ടൻ പെട്ടെന്ന് വരണ്ടാണല്ലോ എന്ന് പറയണം. ഈ സമയം ശാരി പറഞ്ഞു, മോളിങ്ങോട് വാ, നമുക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, റെസിപ്റ്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോഴേക്കും മനോഹർ പതുക്കെ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കുവാണ്. അവിടെ എങ്ങനെ നിപ്പട്ടൊന്നുമില്ല. അങ്ങോട്ട് മാറിയെന്ന് മനസ്സിലായി. ആ സെക്കൻഡ് തന്നെ എന്തുവാണ്, മനോഹർ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. പുറത്തിറങ്ങി വന്നതിന് ശേഷം മെസ്സേജ് അയക്കുവാണ് വരുണ്. അതെ ഞാൻ പുറത്തുണ്ട്, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട്. അങ്ങനെ വരുൺ എന്ത് ചെയ്യുക, അടുത്തേക്ക് വരുവാണ്. ഈ സമയത്ത് പെട്ടെന്ന് വരുൺ ചോദിച്ചു, അല്ലേ എന്ത് പറ്റി ജീവേട്ടാ, എന്താ ഇങ്ങോട്ടേക്ക് വന്ന് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോ? ഓ അതോ, എന്റെ പൊന്നെ, എനിക്കറിയാവുന്ന ഒരു അമ്മയും മോളും അവിടെ വന്നിട്ടുണ്ട്. അവര് മഹാപെശകാന്നേ. അവർക്കാണെങ്കിലോ എന്നെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ജീവനാ. ചിലപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരും. അതുകൊണ്ട് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയതാ. എന്നെ കണ്ടുകൊണ്ട് ചിലപ്പോൾ വിടത്തില്ല എന്ന് പറയണം. മോളോടൊപ്പമുള്ള എൻ്റെ പ്ലാനുകളും പദ്ധതികളും എല്ലാം ഇന്ന് പൊളിയുമെന്ന് പറയാം. അതുകൊണ്ട് അവരുടെ കണ്ണിപ്പെടാതെ ഞാൻ പെട്ടെന്ന് മാറിയതാന്ന് പറയാണ്. ഇത് കേട്ടതും വരുൺ ചോദിച്ചു, ആഹാ അങ്ങനെയാണോ, അന്ന് ഒരു കാര്യം ചെയ്യുക, നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയേക്കാന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് മാറി അങ്ങോട്ട് നിൽക്കുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത്. കല്യാണിയും നിഷ അവരൊക്കെ വരുന്നത്. ദൈവമേ, പട പേടിച്ച് പന്തളത്തി എന്ന പന്തംകൊളുത്തിപ്രട എന്ന് പറഞ്ഞൊരവസ്ഥ. മനോഹറാണെങ്കിൽ സരയുവിനെ പേടിച്ച് മാറിക്കഴിഞ്ഞപ്പത്തിനും ആണ്ട് ഒരു പട തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നത്, പെൺപട തന്നെ വരുന്നത്. ഇനിയിപ്പോൾ ഇവരുടെ കണ്ണു മേടിച്ച് എങ്ങനെ പോകുന്നറിയത്തില്ല. മനോഹർ നെട്ടോട്ടം ഓടാൻ തുടങ്ങണം. ആ സമയം വഴി ചോദിച്ച്, എന്ത് പറ്റി ജീവേട്ടാ, മുഖത്തൊരു വല്ലാത്തൊരു വെപ്രാള്. ഒന്നുമില്ലാന്ന് പറയണേ. എന്തോ കാര്യമായിട്ട് എന്തേലും കുഴപ്പമുണ്ടോ ഉണ്ടെങ്കിൽ പറ. ഒന്നുമില്ല മോളു, ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മന്ത്രിയുടെ അരികിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോവാണ്. പിന്നീട് നോക്കി, ദൈവമേ ഭാഗ്യത്തിന് കണ്ടില്ല എന്ന് തോന്നുന്നു തന്നെ. കണ്ടായിരുന്നെങ്കിൽ മിക്കവാറും തന്റെ പണി ഇന്നത്തോടു കൂടി മാറിയ. അങ്ങനെ പോയിട്ട് അവിടെ മറിഞ്ഞു നിൽക്കുവാണ്. ഈ സമയം അവര് കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്കറിയാം മനോഹർ ഇവിടെ ഉണ്ടെന്നും വരുമെന്നൊക്കെ അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുടെ അങ്ങോട്ടേക്കുള്ള വരവ്. പക്ഷെ മനോഹറിന് അത് അറിയത്തില്ലോ. മനോഹർ എന്ത് ചെയ്യാണ്, അവിടെ പമ്മി നിന്നു. അവര് അങ്ങോട്ടേക്ക് മാറുന്നോടം വരെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതിനുശേഷം അവരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേന് ഓടി വന്നിട്ട് അവളോട് പറഞ്ഞു, അതേ പെട്ടെന്ന് തന്നെ നമുക്ക് പോവാം, ഇനി ഇവിടെ നിന്ന് ശരിയാകത്തില്ലെന്ന് പറയണം. അതെന്താ, നമുക്ക് പോവാന്ന് പറയണം. അങ്ങനെ അങ്ങോട്ടേക്ക് അവളെയും കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയം സരയു എന്ത് ചെയ്യണം, അർച്ചനയ്ക്കുള്ള റെസിപ്റ്റൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മനോഹറിനെ കാണുന്നില്ല. മനുവേണ്ണൻ ഇത് എവിടെ പോയി? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശാരി പറഞ്ഞു, അവൻ മുങ്ങിക്കാണുന്ന് പറയണം. മുങ്ങാനോ, അമ്മ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കാം. പിന്നല്ലാതെ അവൻ മുങ്ങിക്കാണുന്ന് പറയണം. പിന്നെ എന്റെ മനുവേണ്ണൻ അത്രക്കാരനൊന്നും അല്ലെന്ന് പറയണം. അത്രക്കാരനല്ലെങ്കിൽ നിനക്ക് കൊള്ളാം, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയണം. മനുവേണ്ണൻ എന്നെ കണ്ടു കാണത്തില്ല, അതുകൊണ്ടായിരിക്കും പാവം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ക്ഷേത്രത്തിൽ വന്നാ. അമ്മയ്ക്ക് അതൊന്നും അറിയത്തില്ലാത്തോണ്ടാന്ന് പറയും. അതെ എനിക്കൊന്നും അറിയത്തില്ല, അതുകൊണ്ടാ. അല്ലായിരുന്നെങ്കിൽ നേരത്തെ എന്തെങ്കിലും അറിയാമായിരുന്നു, ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പറയണം. ഇത് കേട്ടോ സരയ പറഞ്ഞു, അതെ ഒരു നല്ലൊരു ദിവസമായിട്ട് വേറെ ഇങ്ങനെ കോപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരിയോട് ഇങ്ങനെ ചീത്തയൊക്കെ പറയണം. പിന്നീട് അങ്ങനെ വൈകുന്നേരം ആവാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു സരയുവിന്റെ. കാരണം അച്ഛൻ വരണം, അച്ഛൻ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട് എന്നൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഈ സമയം അവർക്ക് അറിയത്തില്ലോ കിട്ടാൻ പോകുന്ന നല്ല 8ന്റെ പണിയാന്ന് രാഹുലിനിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.